പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു 12 കാര്യം വിശദമായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. 12 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും മഹത്വം നമുക്ക് കിട്ടും. അതിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ, ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എണ്ണുന്നതാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പറയാത്ത ഒരു സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും 70,000 മലക്കുകളും നമ്മളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ചാര വന്നിട്ട് നമുക്ക് സമ്മാനങ്ങൾ തന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്വലാത്താണ്, അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്ലാസ് അവസാനം വരെ കേൾക്കണേ. ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് ദുആകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ കഴിയുന്നതുപോലെ നമ്മൾ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ അവരും കാണട്ടെ, അവരൊക്കെ ഇതൊക്കെ ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇരുലോക ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവിധ ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറിനെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. ആദ്യം തന്നെ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പമാർക്കും ഒരു ദുആ പറഞ്ഞു തരട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലിലും വളരെയധികം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. ഇതാണ് ആ ദുആ. ഒരു ചെറിയൊരു ദുആയാണ്, പക്ഷേ ഈ ദുആയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ കടങ്ങൾ മാറാൻ, അങ്ങനെ പ്രയാസം മാറാൻ, പിന്നെ മകളുടെ വിവാഹം നടക്കുന്നില്ല അത് എളുപ്പത്തിലാവാൻ, പിന്നെ വീട് പണി എളുപ്പത്തിലാവാൻ, ഇപ്പോൾ നീറ്റ് പരീക്ഷ അല്ലേ അത് നടന്നു, അപ്പോൾ അതിൽ ഉന്നതമായ വിജയം കിട്ടാൻ, അങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ പറയാറുണ്ട്. അപ്പോൾ ആ ദുആ വസിയത്തിലൊക്കെ പലരും പറയുന്നു എന്തെങ്കിലും ഞങ്ങൾക്ക് ചൊല്ലാൻ, സ്ഥിരമായി ചൊല്ലാൻ, പറയാൻ എന്തെങ്കിലും ഒരു ദുആയോ ദിക്റോ പറഞ്ഞു തരുമോ? അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറിയെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ കരുണ കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ, നമ്മുടെ പശ്ചാത്താപം തൗബ സ്വീകരിക്കാൻ ഒക്കെയുള്ള ഒരു ദുആ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. ഈ ദുആ ഏതാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. വല്ലാത്തൊരു ദുആയാണത്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, വർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ, വതുബ് അലൈനാ, അല്ലാഹുവേ ഞങ്ങളുടെ പശ്ചാത്താപം കരുണ നീ സ്വീകരിക്കണേ. അല്ലാ, വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ഒരു മനുഷ്യൻ ഈ ദുആ 70 വട്ടം പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്ക് കിട്ടുമെന്നാണ്. വെള്ളിയാഴ്ച രാവാണേ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻ റഹ്മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഒന്നുകൊണ്ടും നമ്മൾ രക്ഷപ്പെടൂല. ഒരൊറ്റ കാര്യം, അല്ലാഹുവിൻ്റെ കരുണ, പടച്ചോന്റെ റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെടുക. അങ്ങനെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നല്ലവണ്ണം ദുആ ചെയ്യണം. അള്ളാഹിന്റെ കരുണ കിട്ടാൻ നല്ലവണ്ണം ദുആ ഇറക്കണം. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. ഇതാണ് ദുആ. ഇനി ഉമ്മമാരെ, ഉപ്പമാരെ, വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. അതിശ്രേഷ്ഠമായ സമയങ്ങളാണ്. ഒരു 12 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. 12 കാര്യങ്ങൾ, വളരെ എളുപ്പമുള്ള 12 കാര്യങ്ങൾ. ഒന്നാമത്തേത് ദുആ അധികരിപ്പിക്കുക. അത് തന്നെയാണ് മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത്.
അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ദുആ അത് പവർ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമാക്കി കളയുന്ന ഒരു സംഗതിയാണ് വെള്ളിയാഴ്ച രാവെന്നുള്ളത്. പണ്ടത്തെ കാലത്ത് വെള്ളിയാഴ്ച രാവാൻ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരും ഒക്കെ കാത്തിരിക്കുമായിരുന്നു. കാരണവന്മാർ കാത്തിരുന്ന് അവരെന്തെങ്കിലും ഒരു വലിയ കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീനൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദ്വാരക്കുമായിരുന്നു. നമുക്കതില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ബറക്കത്ത് കേട് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുആ അധികരിപ്പിക്കുക. ഇജാബത്ത് കിട്ടുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവ് പകൽ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്രമാത്രം മഹത്വമുള്ള ദുആയാണത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും പഠിച്ചെടുക്കേണ്ട ഒരു ദുആയാണത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യ സന്താനങ്ങൾ, ഭർത്താവ് സന്താനങ്ങൾ, എല്ലാ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആയാണ്. സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയുള്ള ദുആയാണ്. പിന്നെയോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. വെള്ളിയാഴ്ച രാവിലെയും പകലിലും ഒക്കെ ഒരുപാട് അധികരിപ്പിക്കേണ്ട ദുആകളിൽപ്പെട്ട ഒന്നാണത്. പിന്നെയോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വതുബ് അലൈനാ. പിന്നെയോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. 5 ദുആകൾ, വളരെ സിമ്പിളായ 5 ദുആകൾ. ഇന്നത്തെ പകൽ, നാളത്തെ പകൽ, ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രിയൊക്കെ അധികരിപ്പിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദുആ അധികരിപ്പിക്കലാണ്. 2, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന വല്ലാത്തൊരു സമയമാണ് വെള്ളിയാഴ്ച രാവ് പകൽ. അതുകൊണ്ട് സ്വർഗ്ഗത്തെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അതാണ് അല്ലാഹുവേ ഇന്നി, നിശ്ചയമായും ഞാൻ, അസ്അലുക നിന്നോട് ചോദിക്കുന്നു, അൽ ജന്ന സ്വർഗ്ഗത്തെ. ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഒരു ദിവസം സ്വർഗ്ഗത്തെ ചോദിച്ചാൽ സ്വർഗ്ഗം തന്നെ അള്ളാഹിനോട് പറയും, പടച്ചോനെ അവനെ നീ സ്വർഗ്ഗത്തിലേക്കൊന്ന് കടത്തണേ എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ സ്വർഗ്ഗത്തെ ചോദിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച രാവ് പകൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. പിന്നെയോ മൂന്നാമത്തേത് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ്. അതെ, ആഴ്ച 2 ദിവസം നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ഒന്ന് വ്യാഴാഴ്ചയാണ്, രണ്ടാമത്തേത് തിങ്കളാഴ്ചയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പം അതുകൊണ്ട് അമലുകൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും, അല്ലാഹുവിനെ കാണിക്കപ്പെടും. ആ സമയത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകൾ ആരാണോ അവരുടെ നന്മകൾ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ആ ശ്രേഷ്ഠമായ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച രാവ് പകൽ. പിന്നെയോ നാലാമത്തേത്, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഈ ക്ലാസ് കേൾക്കുന്ന എത്രയോ ഉമ്മമാരും ഒപ്പമാരും നോമ്പുകാരാണ്. അല്ലാഹുവേ, ഞങ്ങൾ പിടിക്കുന്ന നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാ. റമളാനിൽ ഖളാ ആയിപ്പോയ നോമ്പ് പിടിക്കുന്ന ഉമ്മമാർ ഈ കൂട്ടത്തിലുണ്ടാകും. 2 നിയ്യത്ത് മറന്നു പോവരുതേ. 1, റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഞാൻ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഖളാ വീട്ടുന്നു. 2ാമത്തെ നിയ്യത്ത്, വ്യാഴാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു ഞാൻ പിടിക്കുന്നു. 2 നിയ്യത്ത് നിങ്ങൾക്ക് വെക്കാം. പിന്നെ 5ാമത്തേത്, പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ഈ ദുൽഖഅദ മാസം. അതുകൊണ്ട് ശ്രേഷ്ഠമായ ആ ദുൽഖഅദ മാസത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ നിറഞ്ഞ വെള്ളിയാഴ്ച രാവാണ്. അതിനാൽ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. മറ്റ് രാത്രികളെപ്പോലെ പകലുകളെപ്പോലെയല്ല വെള്ളിയാഴ്ച രാവ് പകൽ. തെറ്റുകളിൽ നിന്നും, എല്ലാ സമയത്തും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാം. പ്രത്യേകിച്ച് ഇതിന് വലിയ മഹത്വമുണ്ട് അല്ലെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ തെറ്റുകൾ ചെയ്താൽ അത് ഈമാൻ കുറഞ്ഞു പോകും. റബ്ബ് നമ്മളെ കാക്കട്ടെ അല്ലാ. കാരണം അള്ളാഹു ആദരിച്ച സമയമാണ് ഇത്, അള്ളാഹ് ആദരിച്ച മാസമാണ്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണേ. 6ാമത്തേത്, വ്യാഴാഴ്ച ആണല്ലോ ഇന്ന്. വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ നഖം മുറിക്കുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ഒരുപാട് രോഗങ്ങളെ തൊട്ടുള്ള കാവൽ തരുന്നതാണ്. ചൊറി പോലെയുള്ള അസുഖം, സോറിയാസിസ് പോലെയുള്ള അസുഖം, വെള്ളപ്പാണ്ട് രോഗം, അങ്ങനെ ശാരീരികമായ തൊലിപ്പുറത്തുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള കാവലാണ് വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ടുള്ള നഖം വെട്ടുക. അപ്പോൾ എന്താ, നഖം വെട്ടുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത്? എന്താണ്?
വെള്ളിയാഴ്ചയിലെ സുന്നത്തായ നഖം മുറിക്കൽ അല്ലേ, സുന്നത്തായ നഖം മുറിക്കൽ ഞാൻ ഇതാ ചെയ്യുന്നു, സുന്നത്തായ നഖം മുറിക്കുക എന്ന അമൽ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു നിയ്യത്ത് മനസ്സിൽ കരുതുക. നഖം വെട്ടേണ്ട രൂപം ആദ്യം വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ അല്ലേ, പിന്നെ നടുവിരൽ, പിന്നെ മോതിരവിരൽ, പിന്നെ ചിഹ്നവിരൽ, അത് കഴിഞ്ഞ് തള്ളവിരൽ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 1 2 3 4 5 ഓർഡറാണ് ഈ പറയുന്നത്. 1 ആദ്യം, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്, പിന്നെയോ 6 7 8 9 10. അതുപോലെ തന്നെ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ പിന്നെ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ അങ്ങനെ ആ ഷേപ്പിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നഖം മുറിക്കേണ്ടത്. ഇത് സുന്നത്തായ രൂപമാണ്. അപ്പം നഖം മുറിക്കുക ഒരുപാട് പ്രതിഫലമുണ്ട്. അക്സിറു സവാബ, വെള്ളിയാഴ്ച പകലിലോ അതുപോലെ വ്യാഴാഴ്ച അസർ കഴിഞ്ഞോ ഒരു മനുഷ്യൻ നഖം മുറിച്ചാൽ അവനിക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. നഖം മുറിക്കാൻ നമ്മൾ ആ ഒരു ദിവസം മാറ്റിവെക്കുക. 7ാമത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റഹ്മത്തിന് ചോദിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നിന്റെ കരുണ ഞങ്ങൾക്ക് തരണയല്ല, നിന്റെ കാരുണ്യം തരണയല്ല. ആ ദുആ നമ്മൾ അധികരിപ്പിക്കണം. 8ാമത്തേത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അതൊരു ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അത് വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്ന, നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് ഇപ്പം നമ്മൾ പറയുന്നത്. 9ാമത്തേത് സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ്. സൂറത്തുൽ കഹ്ഫ് എന്നാണ് ഉസ്താദ് ഓതേണ്ടത്? വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ? അതോ വ്യാഴാഴ്ച ഓതണം വെള്ളിയാഴ്ച അങ്ങനെയാണോ? വ്യാഴാഴ്ച ഓതുന്നവർക്ക് വ്യാഴാഴ്ച ഓതാം, വെള്ളിയാഴ്ച ഓതുന്നവർക്ക് അങ്ങനെ ഓതാം. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഓതിയിരിക്കണം. ഇനി വ്യാഴാഴ്ച അസർ കഴിഞ്ഞോ അല്ലെങ്കിൽ ളുഹർ കഴിഞ്ഞോ മഗ്രിബ് കഴിഞ്ഞോ ഒരാൾ ഓതി സൂറത്തുൽ കഹ്ഫ് ഓതി, എന്നാൽ അയാൾക്ക് വെള്ളിയാഴ്ച ഓതലും സുന്നത്തുണ്ട്. 2 സമയത്തും ഓതിയാൽ ഒരുപാട് കൂലി കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിരിക്കുക. 10ാമത്തേത് സ്വതക്ക കർമ്മം ചെയ്യുക. 10 രൂപയെങ്കിലും ഈ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആർക്കെങ്കിലും ഒരു സ്വതക്കയായി നമ്മൾ കൊടുക്കുക. അത് പള്ളിയിൽ വരുന്ന ആളുകൾക്കാവട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ഏതെങ്കിലും ഒരാൾക്ക്, ഏതെങ്കിലും രോഗിയായ ആൾക്ക്, വേണ്ട നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് അനുജനോ ജ്യേഷ്ഠനോ ആരെങ്കിലും ഉണ്ട് അവർക്കൊരു സ്വതക്കയായിട്ട് പൈസ കൊടുക്കുക. അതും ഗുണമുള്ളതാണ്, നേട്ടമുള്ളതാണ്. 11ാമത്തേത് സിയാറത്ത് മറന്നു പോവരുതേ. പുരുഷന്മാർ നിങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വാപ്പ ഉമ്മ മരണപ്പെട്ട് ഖബറിൽ ഉണ്ടാകും, അവരെ നിങ്ങൾ സിയാറത്ത് ചെയ്യുക. ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് യാസീൻ ഓതുക, ഫാത്തിഹ ഓതുക മരണപ്പെട്ടവർക്ക് വേണ്ടി. 12ാമത്തേത് സ്വലാത്ത് പറയലാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്തിന്റെ ഉമ്മമാരെ ഉപ്പമാരെ മറന്നു പോകരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ഈ സ്വലാത്തിന്റെ പ്രത്യേകത ജിബ്രീൽ എന്ന മലക്കിന് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ മഹാനായ ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാം അയാൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ 7 വട്ടം ജിബ്രീലും 70,000 മലക്കുകളും വരുമെന്നാണ്. എങ്ങനെ? സമ്മാനങ്ങളുമായി വരുമെന്നാണ് ഖബറിലേക്ക്. സന്തോഷം പറഞ്ഞുകൊണ്ട് ജിബ്രീൽ എന്ന മലക്ക് കൂട്ടുവരുമെന്നാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ. അന ആഖിദും ബിയദിഹി വയമുറു അല സിറാത്ത് അല്ലേ? നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് ജിബ്രീൽ പറഞ്ഞ ഒരു ഓഫർ ഉണ്ട്. നബിയെ, താങ്കളുടെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ കയ്യും പിടിച്ച് ഞാൻ സിറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ കടന്നു പോകുമെന്നാണ്. അത്രമാത്രം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വലാത്താണ്. ഏതാണത്? സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദത് തുറാബി വൽ മാ. ഒരു ചെറിയൊരു സ്വലാത്താണ്. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബാദികൾ എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീൽ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുവേ, ആകാശ ലോകങ്ങളുടെ നേതാവാകുന്ന ഞങ്ങളുടെ നേതാവ് ജിബ്രീൽ എന്ന മലക്കിന് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ. അല്ലാഹു നീ സൃഷ്ടിച്ചിട്ടുള്ള വെള്ളങ്ങൾ, ജലങ്ങൾ, അതുപോലെ തന്നെ മണ്ണുകൾ, അതിന്റെ എണ്ണത്തിനനുസരിച്ച് ജിബ്രീൽ എന്ന മലക്കിന് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. അപ്പോൾ മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അതുപോലെ ജിബ്രീലിനും വേണ്ടിയുള്ള ഒരു സ്വലാത്താണ്.
എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദത് തുറാബി വൽ മാ. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദത് തുറാബി വൽ മാ. ഇതാണ് ഈ സ്വലാത്ത്. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്ന അത്രയും എണ്ണം ചൊല്ലിക്കോ. ഖബറിൽ ജിബ്രീലും 70,000 മലക്കുകളും വന്ന് നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്. അത് പോരെ അല്ലേ? അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അതിലൊക്കെ ഈമാൻ കുറവായിരിക്കും, ഇഖ്ലാസ് കുറവായിരിക്കും. അതൊക്കെ പരിഹരിച്ച് അല്ലാഹുവേ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വെള്ളിയാഴ്ച രാവാണ്, നാളെ പകലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രേഷ്ഠതയുള്ള സമയമാണ്. ദുആകൾ അധികരിപ്പിക്കുക. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞു അല്ലാഹു അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.